അങ്ങനെ നമ്മുടെ ഗോവയത്തെ ലാസ്റ്റ് ഡേ ആണ് ഇത്. അപ്പോൾ നേരം വെളുത്തപ്പോൾ ഞാൻ വിൻഡോ തുറന്നിട്ടുള്ള വ്യൂ ആണത്. അപ്പോൾ നമ്മുടെ റൂമൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഒതുക്കി പറക്കിയിട്ടുണ്ട്. ഇന്ന് കാലത്ത് റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പാർസ് കാലത്ത് എൻ്റെ ഒപ്പം തന്നെ എണീറ്റിട്ട് അവൾ ഞാൻ അനങ്ങുമ്പോൾ അപ്പം തന്നെ അറിയാതുകൊണ്ട് ഞാൻ അപ്പം തന്നെ എൻ്റെ മേക്കപ്പ് സെറ്റ് കൊടുത്തുകൊണ്ട് അവൾ ഹാപ്പി ആയിട്ട് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മുറിയൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട്. അങ്ങനെ 10 മണിയായപ്പോൾ ഞാനും വിഷ്ണുവേട്ടനൊക്കെ എണീറ്റു സെറ്റായി എല്ലാ ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാട്ടോ റൂമിൽ നിന്ന് ഇറങ്ങാനായിട്ട്. 10-11 മണിയാകുമ്പോഴേക്കും നമുക്ക് റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. പാർസും റെഡി ആയി കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ നേരെ ഓപ്പോസിറ്റുള്ള റൂംസിലാണ് നമ്മുടെ കൂടെ വന്നവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ റൂംസ് മാത്രം ഈ അറ്റത്ത് ഒരു മൂലയ്ക്കലായിട്ട് അപ്പോൾ പാർസ് സെറ്റായി ഇരിപ്പുണ്ട്. അപ്പോൾ വിഷ്ണുവേട്ടൻ എന്നോട് ഞാൻ ബാഗും ട്രോളിയുമായിട്ട് വന്ന ഇത് സ്ലോ മോഷനിൽ എടുത്തു തരാൻ പറഞ്ഞു. അപ്പോൾ എടുത്തു തരാൻ നോക്കിയപ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആടെ മുഖം ചളങ്ങി. അങ്ങനെ നമ്മൾ താഴെ വന്നിട്ട് എല്ലാവരും താഴെ വന്നു. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കേണ്ടോ ചെക്കൗട്ടിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പാർസ് ഇപ്പോൾ നല്ല കളിയാണ്ട് അവിടെ ക്രിസ്മസിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഓരോന്ന് ഇങ്ങനെ പറിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ കൊല്ലം അവർ സെറ്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ടോ അതിൻ്റെ പഴക്കം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ ഇരുന്ന പോലെ ഉണ്ട്, ഒരു പുതുമ ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ചെയിനിന്. പിന്നെ ഞാൻ വിചാരിച്ചെന്തായാലും പറിച്ചെടുത്തോട്ടെ, കുറേയൊക്കെ പറിച്ച് കിടക്കണ പോലത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പാറസിൻ്റെ നന്ദു ചേട്ടൻ തമ്മിൽ നല്ല കളിയാണ് കേട്ടോ. പാറസിൻ്റെ നന്ദുവിന് ഭയങ്കര ഇഷ്ടമായിട്ട് അവനിങ്ങനെ വർത്താനം പറയുമ്പോഴും കളിക്കുമ്പോഴും അവൻ്റെ ഒപ്പമൊക്കെ നല്ലോണം കളിച്ചും ചിരിച്ചൊക്കെ സംസാരിച്ചും വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. വർത്താനമല്ല ചിരിച്ചും കളിച്ചൊക്കെ നിൽപ്പുണ്ട്. ഓടിക്കളിച്ചപ്പോൾ അവനെന്തോ ഒരു കുപ്പിയുടെ മൂടിയും കൊണ്ട് ഇങ്ങനെ ഫുട്ബോൾ കളിക്കണ പോലെ കാണിക്കുമ്പോൾ അതിനനുസരിച്ച് ആൾ ഇരുന്ന് ചിരിച്ചും കളിച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ പോയത് ലേഗോവയിലോട്ടാണ്. നമ്മുടെ മോർണിംഗ് ഫുഡ്. അപ്പോൾ ഇന്ന് മാക്രോണിയും പൂരിയും ഉപ്പുമാവൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഞാൻ മാക്രോണി മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നലെ ന്യൂഡിൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം പോണത് സിംഗൂറിയം ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചിലോട്ടാണ്. അവിടെ ചപ്പാറ ഫോർട്ട് എന്ന് പറഞ്ഞൊരു ഫോർട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നടക്കാനുള്ളൂ. നമ്മൾ ഇന്നലെ വന്നിട്ട് പിന്നെ മറ്റേ ഫോർട്ട് കണ്ട് വന്നിട്ട് പിന്നെ ഈ ഫോർട്ടിലോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, വെയിലൊക്കെ ആണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇന്ന് ഇങ്ങോട്ടാണ് വന്നത്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് അധികം നടന്നാൽ മതി. പോണ വഴിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഫോട്ടോയാണ്. നമ്മൾ ഫോട്ടോസിലൊക്കെ പലരുടെയും കണ്ടിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ റൗണ്ട് വന്നിട്ട് സൈഡിൽ കടലൊക്കെ ഉള്ളു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ കടലുണ്ടത്. ഇത് അതുകൊണ്ട് കാണുന്നതാണ് കേട്ടോ ഫോട്ടോ എന്ന് പറയുന്നത്. റൗണ്ടിലായിട്ടാണ്. അപ്പോൾ കുറേ പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മുമ്പേ അറിയാമായിരുന്നു ഈ സ്ഥലത്തിനെ പറ്റി. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. കുറച്ചും കൂടി ഞങ്ങൾ നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ നീലുവിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോണത് അവിടെ എടുത്തു തരികയാണ്. ഞങ്ങളുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫറായിരുന്നു കേട്ടോ നീലുമ്മ. ഇടയ്ക്ക് മാത്രം കേട്ടോ, ചില നേരത്തെ അവൾക്കൊരു മൂശാട്ട കയറും. അപ്പോൾ നമ്മൾ ഫോണ് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ വീഡിയോ എടുക്കില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോണ വീഡിയോസൊക്കെ എടുക്കും. വിഷ്ണുവിനെ എന്നെ കറക്കാൻ വേണ്ടി നോക്കേണ്ട കുറച്ച് ചുമ്മാ വെറുതെ ഒരു ഇതിലേക്ക് പോസ്. അങ്ങനെ നമ്മളവിടെ എത്തി. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ വ്യൂ കാണാനായിട്ട്. വെയിലൊന്നും അങ്ങനെ എന്താ പറയുക, അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ബീച്ചിൻ്റെതായ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡും ഫോട്ടോസൊക്കെ എടുത്തിങ്ങനെ പിന്നെ വീഡിയോ എടുക്കാമെന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ ഇരിക്കണേന്. പക്ഷേ എന്താ പറയുക, ചുറ്റും ക്രൗഡായതുകൊണ്ട് ഭയങ്കര ശോഭമുണ്ട്. നമുക്ക് ഒരു ഭംഗി വന്നിട്ടുണ്ടായിരുന്നില്ല. എവിടെ നോക്കിയാലും ഓരോരുത്തരുടെ കാലും തലയും ഒക്കെ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒറ്റയ്ക്കായിട്ടൊന്നും പറ്റിയില്ല, കാരണം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കുറച്ച് വീഡിയോസും കേട്ടതൊക്കെ അവളെ കൊണ്ട് എടുപ്പിച്ചായിരുന്നു കേട്ടോ. അവളാണെങ്കിൽ ഞാൻ അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന പറഞ്ഞ ഓരോ പോസ്റ്റിലും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് പിന്നെ വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ. പിന്നെ വിഷ്ണുവേട്ടനും ഞാനും കൂടി നിന്ന് ടൈറ്റാനിക്കിൽ നിൽക്കണ പോലെ നിൽക്കുന്നൊക്കെ പറഞ്ഞവൾ ഞങ്ങളെ കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിൻ്റെ ഫ്രണ്ട്സിനെയാണ് കാണുന്നത്. അവിടെ അവിടെ പാരച്യൂട്ട് റൈഡൊക്കെ നടക്കുന്നുണ്ട്, ബോട്ട് റൈഡൊക്കെ നടക്കുന്നുണ്ട്. അവിടെ അതിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ഇതാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ സെൻറ്ററിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ പാറൂസ് എന്താണാവോ സലിയേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വരെ പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയായിരുന്നു കേട്ടോ. ആശ്വാസമുണ്ട്. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി സെൻറ്ററിലോട്ട് വന്നായിരുന്നു. പാറൂസൊക്കെ നല്ല കളിയാണ്ട്. വെയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വെയിലൊന്നുമില്ല, നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി എല്ലാവരും കൂടി സെറ്റ് ചെയ്ത് മുകളിലോട്ടൊക്കെ കയറി ഇരുന്നായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് വീണ്ടും മുകളിൽ കയറാനായിട്ട് മടിയായി. പിന്നെ മാത്രമല്ല അവൾ ഫോട്ടോ എടുക്കാൻ നിന്ന് തരില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ മുകളിലോട്ട് കയറിയില്ല. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെ ഒപ്പം വന്നവരൊക്കെ മുകളിൽ കയറി ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങാടിക്കാട് കുറച്ച് പോസ്റ്റിലൊക്കെ നടന്ന് കുറച്ച് വീഡിയോസ് സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നടക്കണുണ്ട്. പക്ഷേ വലിയ ഭംഗിയൊന്നും എനിക്കങ്ങനെ തോന്നണില്ല. ഒരു വീഡിയോ ആക്കി ചെയ്യാൻ, റീൽ വീഡിയോ ആയിട്ട് ചെയ്യാമെന്നുള്ള ഒറ്റ ഭംഗിയൊന്നും എനിക്ക് ഈ വീഡിയോയിൽ ഞാൻ ഓരോ ഭംഗിയിലൊക്കെ കാണിക്കുമ്പോഴേക്കും വിഷ്ണുവേട്ടൻ അപ്പോഴേക്കും ക്യാമറ വളച്ച് അപ്പുറത്തെ പ്ലേസിലോട്ടൊക്കെ കാണിക്കുന്നുണ്ടാവും. ഞാനൊന്നും മര്യാദക്കായിട്ട് വരുമ്പോഴേക്കും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ മുഖമൊന്നുമില്ല, മൊത്തം ബാക്ക്ഗ്രൗണ്ടും ഈ കടലും ബീച്ചും മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ അങ്ങാടി ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എന്തെങ്കിലും ആട്ടെ.
ഞാൻ കുറേ പേര് അവിടെ റീൽസൊക്കെ എടുത്ത് അങ്ങനെ ഫോട്ടോസും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. വീണ്ടും അങ്ങനെ ഇങ്ങനെ തന്നെ നടപ്പുണ്ട്. ഇത് തന്നെ ഇതെന്തായാലും ഇത് ലാഗാണ് കേട്ടോ. അങ്ങനെ ഞാനും വിഷ്ണുവേട്ടനും തമ്മിൽ പിന്നെ ഒരു റീൽ എടുക്കാമെന്നുള്ള ഇതിൽ കുഞ്ഞു നിന്നിട്ട് പൊങ്ങണ രീതിയിലുള്ള ഒരു റീൽ ഞാൻ കുറേ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എടുക്കണേ ഇത് പിന്നെ സെറ്റൊന്നും ആയിട്ടില്ല, എന്നാലും വീഡിയോ ഒരുവിധം അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കണ്ടോളിൻ ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചിലോട്ടാണ് കേട്ടോ അടുത്ത് വന്നാക്കണത്. ഇതൊരു നല്ല ബീച്ച് തന്നെയാണ് കേട്ടോ. എന്താണെന്ന് പറയുക, ഉച്ച നേരത്തൊക്കെ തന്നെയാണ്, പക്ഷെ നമുക്ക് അങ്ങനെ വെയിലുണ്ടായിരുന്നില്ല കേട്ടോ, മടുപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ നടന്നു കണ്ടോളിൻ ബീച്ചിലോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഒപ്പം നടക്കുന്നുണ്ട് ഗൈസ്. പോണ വഴിക്ക് ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണാം. എല്ലായിടത്തും നല്ല കടകളും നല്ല ഡ്രസ്സ്, പിള്ളേരുടെയൊക്കെ ബീച്ചിലിടുന്ന പോലത്തെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ എന്താ പറയുക, ഈ നല്ല രസമാണ്. ഒരു കുഞ്ഞി പാവാടയും മറ്റേ ഇതൊക്കെ പോലെയൊക്കെ ഒരു ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ 200 സംതിങ് ആണ് കേട്ടോ റേറ്റ്. നല്ല രസമുണ്ട് ബീച്ചിലൊക്കെ ഇടാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ പിള്ളേരൊക്കെ ചെറുത് കുറേ പേരൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് വന്ന് ബീച്ചിൻ്റെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. അവിടെ കുറച്ച് നേരമൊക്കെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു ഉച്ചക്കത്തെ. കുറേ നേരം നിന്ന് അവിടെ നല്ല തിരക്ക് തന്നെയാണ്. ഒരു ഫോട്ടോസും വീഡിയോസ് എടുക്കാനും പറ്റാത്ത അവസ്ഥയാണ്. എവിടെ നിന്നാലും ആൾക്കാരുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒറ്റയ്ക്കായിട്ടൊരു വീട്ടിൽ, കാരണം സാധാരണ നമ്മൾ ഗോവയിലൊക്കെ ഫോട്ടോസ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഇത് ഭംഗിയാണ്, ഓരോരുത്തർ ഒറ്റയ്ക്ക് മാത്രമുള്ള ബീച്ചിൻ്റേതായ ഭംഗി. പക്ഷേ ഇത് എവിടെ നോക്കിയാലും ക്യാമറ വെച്ചാലും ഇത് തന്നെ അവസ്ഥ. ഒരാളങ്ങാട് ഓടുന്നു, ഒരാളിങ്ങാട് ഓടുന്നു, ഒരാളിങ്ങാട് ഓടുന്നു. അവിടെ പാരച്യൂട്ട് റൈഡൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പാരച്യൂട്ട് റൈഡുകൾ പോകാനായിട്ട്. നമ്മളിപ്പോൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ സെറ്റായി. പിന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങേണ്ട കാര്യം വന്നപ്പോൾ പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് ഇത് വെള്ളത്തിൽ കൊണ്ട് മുക്കുമെന്ന് പറഞ്ഞതിനോട് വിഷ്ണുവേട്ടനെ. പിന്നെ നമ്മളിന്ന് നേരെ ട്രെയിനിൽ കയറാനുള്ളതാണ്. പിന്നെ എനിക്ക് ഡ്രസ്സ് നനഞ്ഞാൽ പിന്നെ അത് ഡ്രസ്സ് ബാഗിൽ നിർത്ത്, അങ്ങനെ കുറച്ച് പരിപാടികളുള്ളതുകൊണ്ട് പിന്നെ ഞാൻ വേണ്ട നനയുണ്ടെന്ന്. ഞാൻ ഇന്നലെ വന്നിട്ടും ബീച്ചിൽ അങ്ങനെ ഇറങ്ങിയായിരുന്നില്ല. എനിക്ക് അങ്ങനെ നനയണ ശീലം ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിലും ബീച്ചുണ്ട്, പിന്നെ എന്തിനാണ് നമ്മളിവിടെ വന്നിട്ട് വെള്ളത്തിൽ നനയണത്? നമുക്ക് നമ്മുടെ നാട്ടിൽ ബീച്ചിൽ പോയാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ പാറൂസ് ഉള്ളതുകൊണ്ടും എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, ചുമ്മാ കാലൊക്കെ നനച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ തമ്മിലൊരു വോയിസിലൊരു വീഡിയോസൊക്കെ എടുത്തു. വെറുതെ ഒരു എഡിറ്റ് ചെയ്യലൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, ഓരോരുത്തരും നല്ല ഭംഗിക്കൊക്കെ എഡിറ്റ് ചെയ്യുന്നു. പിന്നെ അതായത് അവിടെ ഒരു ബാലൻ ഇരുന്നിട്ട് മണ്ണിൽ കളിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സതീശേട്ടൻ ബാലൻ. നമ്മളെല്ലാവരും ബീച്ച് കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോൾ പുള്ളിക്കാരൻ ഇവിടെ നമ്മുടെ കുഞ്ഞിപ്പിള്ളേരെ മറ്റേ ചിരട്ടിയിൽ മണ്ണ് കുത്തി കളിക്കണ പോലെ കളിച്ചുകൊണ്ടിരിക്കണം. എന്ത് നിഷ്കളങ്കമായ മുഖമാണെന്ന് നോക്കിയേക്ക് ഗൈസ്. ഒരു കണ്ണടയൊക്കെ വെച്ച് ഒരു ഗ്ലാസ്സൊക്കെ എടുത്തപ്പോൾ അപ്പുറത്ത് വേറെ കൂട്ടുകാരനും വന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് ഇന്ന് കളിക്കണം കണ്ടിട്ട് സങ്കടം വന്നിട്ട് ഇവിടെ നിഷ്കളങ്കനായ സതീശേട്ടനാണ് കേട്ടോ അത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി നമ്മുടെ വീട്ടിലെ ഗോവയിലോട്ട് ഫുഡിലോട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അവർ ഉച്ചക്കത്തെ ഫുഡ് തരാമെന്ന് പറഞ്ഞിട്ട്, നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്നില്ല ഉച്ചക്കത്തെ ഫുഡ്. അപ്പോൾ നമുക്ക് ഇന്ന് അവർ പ്രൊവൈഡ് ചെയ്തത് ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അധികം സ്പൈസി ഒന്നും അല്ലാത്ത, അതായത് കുറേ മസാലയൊക്കെ ഇട്ട് ഒന്നും മെനകേടാക്കാത്ത നല്ല അടിപൊളി നമ്മുടെ കേരള സ്റ്റൈൽ ബിരിയാണി തന്നെ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും വാരിക്കൂരി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പാറൂസിനും ഒരു പ്ലേറ്റൊക്കെ വാങ്ങിച്ചു കേട്ടോ, ചിക്കനും വാങ്ങിച്ചു വെറുതെ നമുക്ക് തട്ടാനായിട്ട്. പിന്നെ നമ്മുടെ അവിടെ ഫുഡ് കഴിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ 2 ബാഗ് വാങ്ങിച്ചു തന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് കലമ്പൂട്ട് ബീച്ചിലോട്ടാണ്. ഇന്നലെ ഇവർ നൈറ്റ് ഞാൻ പറഞ്ഞില്ലേ നടന്നു വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടി തന്നെയാണ് ഇരുന്നത്, നമുക്ക് നടക്കാനുള്ള ഇതുള്ളതുകൊണ്ട് വന്നില്ല. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു നല്ല അടിപൊളി ബീച്ചാണ്, കുറേ ഷോപ്പുകളുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റി നല്ല നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ നേരത്തെ എത്തിയാക്കണോണ്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ട ഓരോന്ന് കണ്ടിട്ട്. പക്ഷേ ഇപ്പോൾ ചെന്നിട്ട് ആ ബീച്ചിലോട്ട് ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഫോട്ടോ എടുക്കണമെങ്കിൽ ലൈറ്റൊക്കെ വന്നെങ്കിൽ രാത്രിയാവണം. നമ്മളപ്പോൾ ചുമ്മാ ഇങ്ങനെ നടന്നു. ബീച്ചിൻ്റെ വരെ വന്നായിരുന്നു കേട്ടോ. ബീച്ചിൻ്റെ വരെ വന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് പാദൂസപ്പം എൻ്റെ മടിയിൽ ഇരുന്നിട്ട് ഉറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്കൊരു ഇടച്ചിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് അവിടെ ഒരു സൈഡിലൊരു മൂലക്കിലിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചു ഇത്രയും നേരം നമുക്ക് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങാം, ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ ലൈറ്റൊക്കെ ഇടുമ്പോൾ നമുക്ക് ബീച്ചിലോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇരുന്നിട്ട് പിന്നെ നേരെ വീണ്ടും പോയിട്ട്, അപ്പോൾ ഞാൻ പാറൂസ് ഇറങ്ങിയപ്പോൾ നീലുവിൻ്റെ വരെ കൊടുത്തിട്ടല്ല കേട്ടോ. അവൾ ഒരാളുടെയും പോകില്ല. നീലുവിന് എന്താണ് അവൾ കണ്ടിടായിരുന്നു കേട്ടോ. പാറൂസ് അവൾ വരുമ്പോഴൊക്കെ അവളെ തട്ടിമാറ്റണമായിരുന്നു. അപ്പോൾ പാറൂസ് ഇറങ്ങിയപ്പോൾ കുറച്ച് നേരം നമ്മൾ ബീച്ചിൽ തന്നെ ഇരുന്നിട്ട്, ബീച്ചിൽ ഇരുന്നിട്ടാണ് പിന്നെ നമ്മൾ ഷോപ്പിങ്ങിലോട്ട് ഇറങ്ങണത്. ഇവിടെ നല്ല തിരക്ക് തന്നെയുണ്ട്. ഒരു 4 മണി 4:30 ആ സമയം, 5 മണി അത്രയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, സമയമൊന്നും ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് വീണ്ടും
വന്ന വഴിയിലോട്ട് പോയി. അപ്പോൾ അവിടെ കുറേ പേര് പ്രതിമയല്ല കേട്ടോ, അത് ഞങ്ങളൊരു മനുഷ്യനാണ്, പിന്നെ പ്രതിമ പോലെ നിന്നിട്ട് നമുക്ക് പോയി ഫോട്ടോസൊക്കെ എടുക്കാം. ഞാൻ പോയി ഫോട്ടോസൊന്നും എടുത്തായിരുന്നില്ല കേട്ടോ, ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോന്നു. പിന്നെ ഇഷ്ടംമാതിരി ഡ്രസ്സുകളുടെ എനിക്ക് എൻ്റെ കണ്ണ് മൊത്തം പോണത് ഡ്രസ്സിലോട്ടായിരുന്നു ഗൈസ്. വേറെ ഒന്നല്ല, നല്ല അടിപൊളി ബീച്ച് വെയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. എനിക്കെന്താണോ എൻ്റെ കണ്ണൊക്കെ ഡ്രസ്സിലോട്ടാണ് പോകുന്നത്, എനിക്ക് ഡ്രസ്സിനോട് കുറച്ച് ഹരം കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും ബാക്കിയുള്ള ഒരു സാധനത്തിലോട്ട് എൻ്റെ കണ്ണ് പോകേണ്ടതിന് മറ്റുള്ള വേറെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ എൻ്റെ കണ്ണ് മൊത്തം അവിടെയുള്ള എല്ലാ ഡ്രസ്സുകളിലും ഞാൻ കയറി ഇറങ്ങി. പക്ഷേ ഒറ്റ ഡ്രസ്സ് പോലെ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഇരുട്ടായപ്പോൾ വീണ്ടും നമ്മൾ നിന്ന സ്ഥലത്തോട്ട് വന്നപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ ലോഗോ മറ്റേ ഹേർട്ടിൻ്റെ ഇതൊക്കെ. പിന്നെ അവിടെ നമുക്ക് DJ നടക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് ഗേൾസിന് ഫ്രീ ആണ് കേട്ടോ DJ പരിപാടി. അടിപൊളിയായിരുന്നു വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഡാൻസൊക്കെ കളിക്കാം കേട്ടോ. ഇന്ന സമയം അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഫ്രീ ആണ്, നമുക്ക് ഗേൾസിനൊക്കെ ഫ്രീ ആണ്. പിന്നെ ചില ബോയ്സ് കപ്പിളായിട്ടൊക്കെ കയറണമെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ കയറിയില്ല. ഞാൻ വിഷ്ണുവായിട്ട് ചെറുതായിട്ട് ഇടങ്ങി നിൽക്കുന്ന സമയമായതുകൊണ്ട് എനിക്ക് അങ്ങനെ കയറാൻ എൻജോയ് ചെയ്യാനും തോന്നിയില്ല. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ കുറേ വിളിച്ചിട്ട് വാവാന്ന് പറയും, ഞാൻ പോയില്ല കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അതിനെപ്പറ്റി സങ്കടം മനസ്സിലാവണം ഗൈസ്. അന്നേരം തുള്ളിയിരുന്നെങ്കിലൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ഫോട്ടോ എടുക്കാൻ പോലും ഞാൻ അവിടെ സൈഡിലൊന്നും നിന്നില്ല, ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇല്ല ഗോൾഡ് അവിടെ നിന്ന്. അങ്ങനെ പാറൂസിനെ കൊണ്ട് പോയിരുന്നെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, തുള്ളാനായിട്ടൊക്കെ ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ വീണ്ടും രാത്രി ഗോവയിലോട്ട് വന്നു. രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മുടെ ബാഗൊക്കെ എടുത്തു, എല്ലാവരും ഇറങ്ങി. നമുക്ക് പുലർച്ചെ 3:30 മണിക്കാണ് നമ്മുടെ ട്രെയിനായിട്ട് റിട്ടേൺ തൃശ്ശൂർക്ക്. അങ്ങനെ പാറൂസ് വണ്ടിയിലിരുന്നായിട്ട് ഉറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ എന്ന് പറയണത്. നമ്മളൊരു ഉച്ചയ്ക്ക് കുറേ നേരം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കോട് നമ്മൾ വീട്ടിലെത്തുമായിരിക്കും. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ. ടാറ്റാ, ലവ് സബ്സ്ക്രൈബ്.